കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് NHAI. അപകടത്തിന് ഉത്തരവാദിത്തം കേരളത്തിന്റെ തലയിലിടാൻ നോക്കേണ്ടെന്നും നിർമ്മാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും മുഖ്യമന്ത്രി. റീൽസ് എടുക്കാൻ ഓടി നടന്നവർക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലേയെന്ന് VD സതീശന്റെ ചോദ്യം. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിൽ കൃത്യമായ മറുപടി നൽകാൻ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ അപകടം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 3 അംഗ സംഘമാകും അന്വേഷണം നടത്തുക. ഇതുകൂടാതെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ജില്ലാ ജിയോളജിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്നീ വിവിധ വകുപ്പുകളുടെ സംയുക്ത അന്വേഷണത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. കരാർ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി 1 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി. റോഡ് തകരാൻ കാരണം ബെയറിംഗ് ശേഷിയുടെ പരാജയമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വീഴ്ച കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല, എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ തകർന്നതിൽ സർക്കാരിന് ഒരു പരാതിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ മുൻപാകെ ഒരു പരാതിയില്ല. അപ്പൊ റീലിട്ട് നടക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമില്ലേ? ദേശീയപാത നിർമ്മാണം തലയിൽ ചൂടി നടന്ന ആളാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പരിഹാസം. ദേശീയപാത ഇടിഞ്ഞതിന്റെ ഉത്തരവാദിത്തം NHAIക്കെന്നും ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു എന്നല്ലാതെ സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവുമില്ലെന്നും മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. സ്ഥലത്ത് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ കൂടുതൽ ട്രാഫിക് വാർഡർമാരെ നിയമിക്കും. അപകടം നടന്ന സ്ഥലത്തിന്റെ ഇരുവശം ബലപ്പെടുത്താനും കളക്ടർ വിളിച്ച യോഗത്തിൽ തീരുമാനമായി. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.